ഗൾഫ് നാടുകൾ മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ വല്ലാത്ത ആശങ്ക പടർന്നിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് നമുക്കിപ്പം ജലീൽ കണ്ണമംഗലം ടെലിഫോണിൽ ചേരുന്നു. ജലീൽ, ഇതിനിടയിൽ വരുന്നൊരു വാർത്ത കൂടെ പറഞ്ഞിട്ട് ഞാൻ ജലീലിലേക്ക് വരാം. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 16 വിമാനങ്ങൾ ഇപ്പോൾ റദ്ദാക്കിയെന്ന വാർത്തയുണ്ട്. ദുബായ്, സലാല, ദോഹ, അബുദാബി, കുവൈറ്റ് എന്നിവിടങ്ങളിലുള്ള വിമാനങ്ങളാണ് റദ്ദ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. മസ്കറ്റിലേക്കും ജിദ്ദയിലേക്കുമുള്ള സർവീസ് തൽക്കാലം റദ്ദാക്കിയിട്ടില്ല എന്നും അറിയിപ്പിൽ പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എയർപോർട്ടിലേക്ക് തിരിക്കും മുമ്പ് തീർച്ചയായിട്ടും എയർപോർട്ടിൽ വിളിച്ച് സ്ഥിരീകരണം നടത്തിയതിനു ശേഷം മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ. യുദ്ധകാല സാഹചര്യം പല രാജ്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല വിമാനങ്ങളും റദ്ദ് ചെയ്യപ്പെടാനോ മാറ്റിവെക്കാനോ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 34 വിമാനങ്ങൾ റദ്ദ് ചെയ്തു എന്ന വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട 17 വിമാനം റദ്ദ് ചെയ്ത് കഴിഞ്ഞു. തിരുവനന്തപുരത്തേക്ക് വരേണ്ട 17 വിമാനവും റദ്ദ് ചെയ്തു എന്ന വാർത്ത കൂടി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ അറിയിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജലീൽ കണ്ണമംഗലം ചേരുന്നു. ജലീൽ, എന്താണ് ഇപ്പോൾ സൗദിയിലെ സാഹചര്യം? ഒരുപക്ഷെ അവിടെയുള്ള ചില പ്രേക്ഷകരൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ റിയാദ് പൂർണ്ണമായും ശാന്തമാണ് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി അയക്കുന്നു. നമ്മളെ പക്ഷേ അതൊക്കെ ഒന്നും ഒരു ഗസ്സിംഗ് ആണോ എന്നറിയാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും പ്രക്ഷേപണം ചെയ്തിട്ടില്ല. വിവരങ്ങൾ പറയൂ. SKN കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിൽ നിന്നും വളരെ ശക്തമായ ആക്രമണമാണ് UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഉണ്ടായതെങ്കിലും സൗദി ശാന്തമാണ്. സൗദിക്കെതിരെ പിന്നീട് കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം റിയാദിനെതിരെയും അതോടൊപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യയിലും ദമാമും ഖോബറൊക്കെ ഉൾപ്പെടുന്ന കിഴക്കൻ പ്രവിശ്യയിലുമാണ് ഇറാൻ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം സൗദി ശാന്തമാണ്. ജനജീവിതം സാധാരണ രീതിയിലാണ്. എയർപോർട്ടുകളും അതോടൊപ്പം തന്നെ സ്കൂളുകളും ഓഫീസുകളും ഒക്കെ മാർക്കറ്റുകളൊക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മറ്റു രാഷ്ട്രങ്ങൾക്കെതിരെയാണ് വളരെ ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത്. ഇതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. ട്രംപ് കിരീടാവകാശിയെ ഫോൺ ചെയ്യുകയായിരുന്നു. സൗദി അറേബ്യക്ക് നേരെ നടന്ന മിസൈൽ ആക്രമണങ്ങളെ പ്രസിഡന്റ് ട്രംപ് വളരെ ശക്തമായി അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. മിസൈലുകളെ വിജയകരമായി നേരിട്ട സൗദി പ്രതിരോധ സേനയുടെ മികവിനെ ട്രംപ് അഭിനന്ദിച്ചു. മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം പ്രകോപനങ്ങൾ നേരിടുന്നതിനും സൗദി അറേബ്യ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ട്രംപ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഏതായാലും സൗദിക്കൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കും എന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സൗദി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളുണ്ട്, യാത്രക്കാരുണ്ട്. ഇങ്ങനെയുള്ള GCC പൗരന്മാരെ, സൗദി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന GCC പൗരന്മാരെ അവരെ നമ്മുടെ ഔദ്യോഗിക അതിഥികളായി സ്വീകരിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിട്ടു. സൗദി കിരീടാവകാശിയും ഇതിനുള്ള ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ഈ GCC പൗരന്മാർക്ക് സൗദിയിൽ തന്നെ താമസം, ഭക്ഷണം, മറ്റു സൗകര്യങ്ങളൊക്കെ നൽകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തെ നേരിടുന്നതിൽ അയൽ രാജ്യങ്ങൾക്ക് സൗദി അറേബ്യയുടെ പൂർണ്ണ പിന്തുണ സൗദി കിരീടാവകാശി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൗദി കിരീടാവകാശി വളരെ ശക്തമായ നയതന്ത്ര ചർച്ചകളാണ് ഈ ഗൾഫിലുള്ള രാഷ്ട്ര നേതാക്കളുമായി കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, അതോടൊപ്പം തന്നെ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി, കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ, അതോടൊപ്പം തന്നെ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരുമായൊക്കെ സൗദി കിരീടാവകാശി ഫോണിൽ സംസാരിച്ചു. ഇതിനു പുറമെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഒമാൻ ഭരണാധികാരി, സിറിയൻ പ്രസിഡന്റ്, മൊറോക്കോ രാജാവ് തുടങ്ങിയവരൊക്കെ കിരീടാവകാശിക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചു. പൂർണ്ണമായ പിന്തുണ അവരൊക്കെ സൗദിക്കും അതോടൊപ്പം തന്നെ മറ്റു ഈ ആക്രമണം നേരിടുന്ന ഈ ഗൾഫ് രാജ്യങ്ങൾക്കും വാഗ്ദാനം ചെയ്തു. ഈ സാഹചര്യങ്ങളെയൊക്കെ നേരിടാൻ, അതായത് ഇപ്പോൾ മേഖലയിൽ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ നേരിടുന്ന ഈ ആക്രമണങ്ങളെ നേരിടാൻ തങ്ങളുടെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും സഹോദര രാജ്യങ്ങൾക്കായി വിട്ടു നൽകാൻ സൗദി അറേബ്യ തയ്യാറാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം സൗദി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇറാനെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യമാണ്. ഇറാനെ ആക്രമിക്കാൻ സൗദിയുടെ മണ്ണ് വിട്ടു നൽകില്ല എന്ന് സൗദിയും UAEയും UAEയുടെ മണ്ണോ അല്ലെങ്കിൽ വ്യോമപാതയോ വിട്ടു നൽകില്ല എന്ന് UAEയും പറഞ്ഞിട്ട് പോലും ഇറാൻ ആക്രമണം നടത്തി സൗദിക്കെതിരെ, UAEക്കെതിരെ ഏതാണ് ഈ രാജ്യങ്ങളെയൊക്കെ പ്രധാനമായും പ്രകോപിച്ചിരിക്കുന്നത്. ഇത് സൗദിയെ വളരെ ശക്തമായ രീതിയിൽ പ്രകോപിച്ചിട്ടുണ്ട്. സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യവും ഇതിലൂടെ ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിൽ യമനിലെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം രാത്രി ഇറാന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത് സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. ഇറാൻ
ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ നേരത്തെ സൗദിക്ക് നേരെ വലിയ നിരന്തരം ആക്രമണം നടത്തിയിരുന്നു. ഇതെല്ലാം ചർച്ചകളിലൂടെ പിന്നീട് പരിഹരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇറാനും ഹൂത്തികളും ഒക്കെ ഒരുമിച്ച് സൗദിക്കെതിരെ തിരിഞ്ഞാൽ അത് വീണ്ടും പഴയ സാഹചര്യത്തിലേക്ക് ഹൂത്തികൾ സപ്പോർട്ട് പ്രഖ്യാപിച്ചതല്ലാതെ ഈ യുദ്ധത്തിൽ നേരിട്ട് ഒരു ഇടപെടൽ ഇവർ നടത്തിയിട്ടുണ്ടോ? കാരണം ഹൂത്തികൾ എന്നും സൗദിക്ക് ഭീഷണിയാണല്ലോ. ഇപ്പോൾ അവരുടെ ഒരു ഡയറക്റ്റ് ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായതായി വിവരം ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്ന ഉടനെ തന്നെ ഇറാന് പൂർണ്ണമായ പിന്തുണ അറിയിച്ചു എന്നതിന് അപ്പുറം മറ്റൊരു ഇടപെടലും ഇതുവരെ ഉണ്ടായതായി റിപ്പോർട്ടില്ല. SKN ഏതായാലും ഈ ഹൂത്തികൾ പിന്തുണ നൽകിയാൽ സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളാകുകയും ചെയ്താൽ അത് സ്വാഭാവികമായിട്ടും മേഖലയ്ക്ക് കനത്ത വലിയ ഭീഷണിയാണ്. നിലവിൽ ഈ സൗദി ശാന്തമാണ്. റിയാദും കിഴക്കൻ പ്രവിശ്യയും ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ എല്ലാം ശാന്തമാണ്. എങ്കിലും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് സൗദി എല്ലാ സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങൾ, അവയുടെ പരിസരങ്ങൾ എന്നിവയുടെ ദൃശ്യങ്ങൾ പകർത്താൻ, ഫോട്ടോ എടുക്കാൻ പാടില്ല, അത് പ്രചരിപ്പിക്കാൻ പാടില്ല. സിവിൽ സ്ഥാപനങ്ങളോ അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളോ ആവട്ടെ, ഇതൊന്നും ഫോട്ടോ എടുക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ സ്ഥിതി സൗദിയെ സംബന്ധിച്ചിടത്തോളം ശാന്തമാണ്. എല്ലാം ജീവിതം സാധാരണ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. SKN ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും തത്സമയം ചേർന്നത്. ഹൂത്തികളുടെ ഭീഷണി നിലനിൽക്കുന്നുവെങ്കിലും ഒരു ഇടപെടൽ ഇതുവരെ ഹൂത്തികൾ നടത്തിയിട്ടില്ല. പക്ഷേ യാതൊരു രീതിയിലുള്ള സമാധാന കാംക്ഷയോ നിയന്ത്രണമോ ഇല്ലാത്ത ഒരു ജനവിഭാഗമാണ് ഈ ഹൂത്തികളെന്ന് പറയുന്നത്. എപ്പോഴും സൗദി അറേബ്യയ്ക്ക് അശാന്തി പടർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വന്നത് ഒരുപക്ഷെ വളരെ അപകടകരമായൊരു നീക്കമായിട്ട് വേണം സൗദി വിദേശകാര്യ മന്ത്രാലയം കരുതുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.